ഈ സിനിമ പ്രൊമോഷൻസിന്റെ ഒക്കെ ഇടയിൽ ആൾക്കാർ തള്ളി മറിക്കില്ലേ? ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആർക്കും തോന്നാറുണ്ടോ ഈ സിനിമ മിക്കവാറും ഫ്ലോപ്പ് ആവുന്നു? സിനിമാ തിയേറ്റർ കുലുങ്ങും 1000 അല്ല 2000 കോടി 1500 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇവന്മാർ ഈ സിനിമയിൽ അത്ര കോൺഫിഡൻസ് ഒന്നും അല്ല, ചുമ്മാ ഫസ്റ്റ് ഡേ ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് ഓരോ തോന്നിവാസങ്ങൾ വിളിച്ചു പറയാമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ എനിക്ക് അവസാനം തോന്നിയ സിനിമയാണ് കങ്കുവ. പ്രൊഡ്യൂസറിന്റെ അടുത്ത് 1000 കോടി എത്തി വെച്ചപ്പോഴേ 2000 കോടി മിനിമം എന്ന് പറഞ്ഞതാണ് ഈ സിനിമയ്ക്ക്. അതായത് സിനിമയിൽ ആക്ച്വലി ഒന്നും ഇല്ല. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം? ഒരു ബസ് ഉണ്ടാക്കണം, ഒരു വൈറലാക്കണം, ആൾക്കാരെ കുറച്ച് ഫസ്റ്റ് ഡേ ഒന്ന് കയറ്റണം സിനിമാ തിയേറ്ററിലേക്ക്. അതിനുവേണ്ടി ഇങ്ങനെ കിടന്ന് ഓരോന്നൊക്കെ വിളിച്ചു പറയാം. പ്രത്യേകിച്ച് ഈ പൈസന്റെ കണക്കുണ്ടല്ലോ, 500 1000 കോടി എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഇതിലെന്തോ പന്തികേട് ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ വൻ ഹൈപ്പിൽ വന്നിട്ട് വൻ ഹിറ്റായിട്ടുള്ള സിനിമ KGF 2 ആണ്. അതിലിപ്പോൾ പ്രശാന്ത് നീൽ വന്നിട്ട് 1000 കോടി കിട്ടും 500 കോടി കിട്ടും എന്നൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ രാജമൗലി വന്നിട്ട് RRRന് 1000 കോടി ഓസ്കാർ കിട്ടുന്നൊക്കെ വന്ന് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ വന്ന് തള്ളിയതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഈ ക്ലെയിംസ് പറയുമ്പോൾ തന്നെ ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് കങ്കുവ ഒരു റെക്കോർഡ് കൂടി ഇട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിലെ ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമ ഇതുവരെ രാധേശ്യാമായിരുന്നു, 120 കോടി. ഇപ്പൊ അത് കങ്കുവയാണ്, 150 കോടി ലോസ് ആണ് പ്രൊഡ്യൂസർക്ക് വന്നതെന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.